നിങ്ങൾക്ക് ഹജ്ജ് യാത്രയെപ്പറ്റി ഇങ്ങനെ ഒരു വാക്ക് പറയാമോ? പറഞ്ഞിട്ട് പുളിയറക്കോണത്ത് ആ സ്റ്റുഡിയോയിൽ ഇരിക്കാൻ പറ്റുമോ? പുറത്തിറങ്ങി നടക്കാൻ പറ്റുമോ? കഴുത്തിൽ തലയുണ്ടാവുമോ നിങ്ങളുടെ? ഉണ്ടാവില്ലല്ലോ. അപ്പോൾ തുടങ്ങാല്ലേ? കേരളത്തിലെ ഒന്നാം കിട ചാനലാണ് ഏഷ്യാനെറ്റ്. എന്നെ പൊക്കി പറഞ്ഞ് സോപ്പിടാനുള്ള പരിപാടിയാ കള്ളന്മാര്. നമ്മുടെ സിന്ധു സൂര്യകുമാർ അവർ കവർ സ്റ്റോറി എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി അവതരിപ്പിക്കാറുണ്ട് ഏഷ്യാനെറ്റിൽ. അതിൽ സിന്ധു സൂര്യകുമാർ അവരുടെ സങ്കടം പറയുന്നു. വളരെ കാലത്തിന് ശേഷമാണ് ഞാൻ ഈ പ്രോഗ്രാം കാണുന്നത് കേട്ടോ. അതുകൊണ്ട് ഒരു കൗതുകവും തോന്നി, എനിക്ക് അത്ഭുതവും തോന്നി. ഇതുവരെ ഇവർക്കൊന്നും ഈ നേരം വെളുത്തില്ലേ എന്ന് തോന്നി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളമാണ് സാർ, 100% സാക്ഷരതയാണ് സാർ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ ചുറ്റും നിന്നും ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, ഒരു 10 പേരെങ്കിലും കുംഭമേളയ്ക്ക് പോയി. അപ്പോൾ അതാണ് സങ്കടം. ഒന്ന്, 100% സാക്ഷരതയുള്ള സ്ഥലത്ത് നിന്ന് കുംഭമേളയ്ക്ക് പോകുന്നു. 2, കേരളത്തിൽ നിന്ന് പോകുന്നു. എന്തൊരു അപരാധമാണ് നോക്കണം. കേരളത്തിൽ നിന്ന് മാത്രമല്ല, സിന്ധു ഞാൻ പറയാൻ തമിഴ്നാട്ടിൽ നിന്ന് ഒരുപാട് പേര് പോയിട്ടുണ്ട്, ആന്ധ്രയിൽ നിന്ന് പോയിട്ടുണ്ട്. സിന്ധുവിൻ്റെ പ്രിയപ്പെട്ടവനില്ലേ ആര്? കർണാടകയിലെ ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ കുടുംബം അടച്ച് പോയിട്ടുണ്ട്. കണ്ടില്ലായിരുന്നോ ഫോട്ടോ? അതല്ല ഉദ്ദേശം, ഞാൻ മാറി. അതേ DK ശിവകുമാർ തമിഴ്നാട്ടിൽ വന്ന് ജഗ്ഗി വാസുദേവൻ്റെ മഹാശിവരാത്രി പ്രോഗ്രാമിൽ പങ്കെടുത്തു, അമിത്ഷായുടെ കൂടെ. നിങ്ങളുടെ കണ്ണ് കേരളത്തിന് പുറത്തേക്ക് പോകാത്തതിന് ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? ഒരു കയ്യബദ്ധം നാറ്റുകരുത്. See, the whole world has changed. India has changed. നിങ്ങളിപ്പോഴും ഈ പുളിയർക്കോണത്ത് ആ CPM-ൻ്റെയോ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെയോ ഒരു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയിലെ അല്ലെങ്കിൽ വനിതാ സംഘടനയുടെ പ്രസിഡൻറ്റിനെ പോലെ പെരുമാറിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? എന്നെ കഷ്ടല്ലേ, കോമൺ സെൻസ് ഇല്ലാത്തതിൻ്റെ കുഴപ്പേ. ഒന്ന് കണ്ണ് തുറന്നൊന്നും ചുറ്റുപാടുമൊക്കെ ഒന്ന് നോക്കിയേ. പുളിയറക്കോണം മാത്രമല്ല ലോകം വളരെ വിശാലമാണ്, അത് മാറിക്കൊണ്ടിരിക്കുന്നു. ആളുകൾക്ക് കുംഭമേളയെപ്പറ്റി അവയർനെസ് വന്നിരിക്കുന്നു. ഇനി സിന്ധു അറിയാത്ത ഒരു രഹസ്യം ഞാൻ പറയാം. നാലമ്പല ദർശനം എന്ന് പറഞ്ഞൊരു സാധനം സിന്ധു കേട്ടിട്ടുണ്ടോ? പിന്നെ ചൂടാണ്ട് AC ഒന്നും ഇല്ല. അത് ഞാൻ കേൾക്കാൻ തുടങ്ങിയിട്ടൊരു 10 വർഷമായിട്ടുള്ളൂ. രാമൻ, ലക്ഷ്മണൻ, ഭരതൻ, ശത്രുഘ്നൻ, ഈ 4 പേരെ ദർശിക്കുക. ഇത് കേരളത്തിൽ തുടങ്ങിയിട്ട് തന്നെ ഇപ്പോൾ ഒരു 10-15 വർഷമായി. അതിനു മുമ്പും ഇതുണ്ടായിരുന്നു. പക്ഷേ ആളുകൾ അറിഞ്ഞു വന്നത് പിന്നീടാണ്. ആറ്റുകാൽ പൊങ്കാല സിന്ധു സൂര്യകുമാറിൻ്റെ മൂക്കിന് താഴെ നടക്കുന്നതാണില്ല. ആറ്റുകാൽ പൊങ്കാലയിൽ ഇപ്പോൾ പങ്കെടുക്കുന്ന സ്ത്രീകളുടെ എണ്ണം എത്രയെന്നറിയാമോ? ഏകദേശം അപ്രോക്സിമേറ്റ്ലി 10 ലക്ഷം വരും. നിനക്കൊന്നും അറിയില്ല, കാരണം നീ കുട്ടിയാണ്. ഹിന്ദു ഉണർന്നു തുടങ്ങിയെന്ന്. ഹിന്ദു ഉണരുന്നതിൻ്റെ ഫസ്റ്റ് ലക്ഷണം ഈ റിലിജിയോസിറ്റിയാണ്. റിലിജിയോസിറ്റിയിൽ നിന്ന് അവൻ ദേശീയതയിലേക്ക് കടക്കും. മനുഷ്യൻ മഹാജ്ഞാനത്തിന്റെ കൈലാസം കയറുമ്പോഴും അവന്റെ ഉള്ളിൽ ഉത്തരം കിട്ടാതെ മുഴങ്ങുന്ന ചോദ്യം. ബുദ്ധനും ശങ്കരനും അവരും തേടിയത് ഇതേ ചോദ്യത്തിനുത്തരം. ഇപ്പോൾ നമ്മൾ ജീവിക്കുന്ന ഭാരതത്തിലേക്ക് കടക്കും. ഇതറിയാതെ നിങ്ങൾ ഈ ലോക്കൽ കമ്മിറ്റി പ്രമേയം പാസ്സാക്കുന്ന പോലെ സാക്ഷര കേരളത്തിൽ നിന്ന് മഹാകുംഭമേളയ്ക്ക് പോയത് മോശമായി പോയി, കുംഭമേള നിർത്തിവയ്ക്കണം എന്ന് കട്ടന്തറ ലോക്കൽ കമ്മിറ്റി കൂടിയിട്ടൊരു പ്രമേയം പാസ്സാക്കുന്നു. എന്തൊരു വിവരക്കേടാണ്. ഞാൻ നമ്മുടെ പാർട്ടിയുടെ ഇമേജ് വർദ്ധിപ്പിക്കാൻ വേണ്ടി ആലോചിക്കുമ്പോ പരിപ്പുവടയും ചായയും വരൂ. സഹതാപം തോന്നാനെങ്കിലുമുള്ള ഒരു സ്റ്റേച്ചർ കാണിക്കൂ സിന്ധു സൂര്യകുമാർ. വാട്ട് ഈസ് ദിസ്? അങ്ങനെയൊന്നുമില്ല. You are running a channel and I hope you are the editorial in charge, or you are the woman who is controlling that channel. നിങ്ങൾ കുറച്ചു കാലം മുമ്പ് ഇതുപോലെ ഒരു സ്ത്രീ വിളിച്ചിട്ട് ബംഗ്ലാദേശിലെ ഹിന്ദുക്കളെ പറ്റി വാർത്ത ചെയ്യാത്തത് സൗകര്യമില്ല പൊടി എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ വിളിച്ച അവസാനം ആ കൂടെ വഷളായതാണ്. അന്നും ആൾക്കാർ വലിയ ബഹളം വെച്ചതാണ്. എനിക്ക് അത്ഭുതം. ആൻഡ് യു കണ്ടിന്യൂ വിത്തൗട്ട് എനി റിമോഴ്സ്. നിങ്ങൾക്ക് ഹജ്ജ് യാത്രയെപ്പറ്റി ഇങ്ങനെ ഒരു വാക്ക് പറയാമോ? പറഞ്ഞിട്ട് പുളിയറക്കോണത്ത് ആ സ്റ്റുഡിയോയിൽ ഇരിക്കാൻ പറ്റുമോ? പുറത്തിറങ്ങി നടക്കാൻ പറ്റുമോ? കഴുത്തിൽ തലയുണ്ടാവുമോ നിങ്ങളുടെ? ഉണ്ടാവില്ലല്ലോ. ആ പേടി നിങ്ങൾക്ക് ശരിക്കും ഉണ്ട്. അതുകൊണ്ട് ഹജ്ജിനെ പറ്റി നിങ്ങളൊരു അക്ഷരം പറയില്ല. വ്രതശുദ്ധിയുടെ നാളുകൾ. എന്ത് വ്രതമാണ്? വിഷയത്തിൽ നിന്ന് തെന്നി മാറുന്നു. ശബരിമലയിലെ വ്രതം പോലത്തെ വ്രതമോ?
എല്ലാ ദിവസവും വൈകുന്നേരം 6 മണിക്ക് ബ്രേക്ക് ചെയ്യുന്നൊരു വ്രതമാണ്. ഞാനവരെ കുറ്റം പറയുന്നില്ല, അത് അവരുടെ ഒരു സിസ്റ്റമാണ്. വ്രതശുദ്ധി എന്നൊന്നും അതിനെ വിളിക്കാൻ, കാരണം അതിലൊരു ശുദ്ധിയും സംഗതിയൊന്നും ഇല്ല. ഈശ്വര ഭഗവാനെ, എന്റെ അച്ഛന് നല്ലത് മാത്രം വരുത്തണേ, അയാളെ ഞാൻ കോടതി കയറ്റും. അത് വേറൊരു സെറ്റപ്പാണിത്. അത് കുറവാണ്, ഇത് കൂടുതലാണ്, ഇത് കൂടിയതാണ് എന്ന അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. ഇറ്റ് ഈസ് ഡിഫറെൻ്റ് എന്നുള്ള അർത്ഥത്തിലാണ്. ബട്ട് ഈവൻ ദെൻ യു വിൽ നോട്ട് സ്പീക്ക് എ സിംഗിൾ വേർഡ് അബൌട്ട് ദാറ്റ്. 100% ഞാൻ യോജിക്കുന്നു. സിന്ധു സൂര്യകുമാർ ഒറ്റയ്ക്കല്ല കേട്ടോ, ജനലക്ഷങ്ങൾ പിന്നാലെയുണ്ട്, ജനലക്ഷങ്ങൾ. കാരണം ഈ വികാരമുള്ള ഒരുപാട് കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ്സുകാർ മുഴുവനുണ്ട്. സിന്ധുവിന് കൂട്ടുകാരായിട്ട് ഞാൻ വേണമെങ്കിൽ പറഞ്ഞു തരാം. ഇപ്പോൾ ഒരു അല്പം പ്രോ കോൺഗ്രസ് ആണല്ലോ ഏഷ്യാനെറ്റിൻ്റെ ലൈൻ. ആൻറ്റി BJP, പ്രോ കോൺഗ്രസ്, ആൻറ്റി CPM. അതെന്തോ CPM ആയിട്ട് ചെറിയൊരു തെറ്റലുണ്ടായതുകൊണ്ടാണ്. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അതൊരു പക്ഷേ അവർ മാറ്റും. എന്തുമായിക്കോട്ടെ, നിങ്ങളുടെ രാഷ്ട്രീയം ഇപ്പോൾ ഒരല്പം പ്രോ കോൺഗ്രസ് ആണ്. അപ്പോൾ കോൺഗ്രസ്സിൽ നിന്നുള്ള ആൾക്കാർ ഇതുപോലെ ചിന്തിക്കുന്നവർ നിങ്ങൾക്ക് ഫോണിൽ വിളിച്ച് അവരുമായിട്ട് ഇത് സങ്കടം പങ്കുവയ്ക്കാം. VT ബൽറാം, VD സതീശൻ, VS ശിവകുമാർ, ഇവരൊക്കെ ഇതിന് പറ്റിയ ആൾക്കാരാണ്. ഞാൻ മാത്രമല്ല, അവരെല്ലാവരും തട്ടണമെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് സങ്കടം പറഞ്ഞ് സുഖിക്കാനുള്ള രാഷ്ട്രീയക്കാരുടെ പേര് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇതൊക്കെ മഹാകഷ്ടമാണ്. ബിക്കോസ് ദിസ് ഡസൻറ്റ് ഈവൻ നീഡ് എ റെസ്പോൺസ്. മനുഷ്യരുടെ സാമാന്യ ബുദ്ധിയെ വെല്ലുവിളിക്കരുത്. ലിറ്ററസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്ഷരാഭ്യാസം എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. ദ പീപ്പിൾ ഹു ആർ ലിറ്ററേറ്റ് നീഡ് നോട്ട് ബി എഡ്യൂക്കേറ്റഡ്. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. Is it convenient and comfortable for you? അത് തന്നെ. Agreed? ഇപ്പോഴാണ് കുറേശ്ശെയെങ്കിലും കേരളത്തിൽ എഡ്യൂക്കേഷൻ കടന്നു വരുന്നത്. ഈ അക്ഷരാഭ്യാസമല്ല, വിജ്ഞാനം, നോളജ്, വിസ്ഡം, ഇത് വരുമ്പോഴാണ് മനുഷ്യൻ അമ്പലത്തിൽ പോകുന്നതും കുംഭമേളയ്ക്ക് പോകുന്നതുമെല്ലാം. ഇതില്ലാത്തവൻ ഒരു മേളയ്ക്കും പോവില്ല. അല്ലെങ്കിൽ ചുമ്മാ ചന്തയിൽ തുള്ളി കളിച്ചുകൊണ്ടിരിക്കും കള്ളും കുടിച്ച്. മദ്യവിമുക്തമായ ഒരു ഇന്ത്യ, സർവ്വ മനുഷ്യരും സഹോദര സ്നേഹത്തോടുകൂടി കഴിയുന്ന ഒരു ഇന്ത്യ. ദിസ് ഈസ് വാട്ട് ഹാസ് ഹാപ്പൻ ടു കേരള. കേരളത്തിൻ്റെ അധപ്പതനത്തിൻ്റെ കാര്യം ഇതാണ്. ആധ്യാത്മികത നഷ്ടപ്പെട്ടു. നാരായണ ഗുരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷാപ്പടയ്ക്കുന്ന 2 ദിവസങ്ങളാണിപ്പോൾ. നാരായണ ഗുരുവിൻ്റെ ജന്മദിനവും സമാധിയും 2 ദിവസം. അന്ന് ബിവറേജ് ഉണ്ടാവില്ല, ഷാപ്പ് ഉണ്ടാവില്ല. അങ്ങനെ അതുകൊണ്ട് നാരായണ ഗുരുവിനെ ഓർക്കുന്നു. ചില നേരത്തെ സത്യങ്ങൾ നുണയായിട്ടേ മറ്റുള്ളവർക്ക് തോന്നും. അല്ലാതെ നാരായണ ഗുരുവിനെ പറ്റി എന്താ ഏഷ്യാനെറ്റ് വല്ല പ്രോഗ്രാമും ചെയ്യുന്നുണ്ടോ? ഇല്ലല്ലോ, ഒരു പ്രോഗ്രാം ചെയ്യില്ല. നിങ്ങളെക്കൊണ്ട് താങ്ങില്ല, നിങ്ങളെടുത്താൽ പൊങ്ങില്ല നാരായണ ഗുരു. ആൻഡ് നിങ്ങൾ കുംഭമേളയും കാശിയൊക്കെ എന്തൊരു കഷ്ടമാണ്, എന്തൊരു കഷ്ടമാണ് സിന്ധു. അധപ്പതനത്തിന് ഒരു അന്ത്യം വേണ്ടേ? 100% ഞാൻ യോജിക്കുന്നു. ഞാൻ പോകുന്നു. ബൈ ബൈ.